നമുക്കിന്ന് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി ഫസ്റ്റ് ഇയർ എംബ്രോയ്ഡറി റെക്കോർഡൊന്ന് പരിചയപ്പെടാം. എല്ലാ റെക്കോർഡിലെ പോലെ ഇൻഡെക്സ് ആണ് ആദ്യത്തെ പേജിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സർഫേസ് ഓർണമെൻറ്റേഷനാണ്, എംബ്രോയ്ഡറി നോട്ടും കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ പേജിൽ. പിന്നെ വരുന്നത് ഔട്ട്ലൈൻ സ്റ്റിച്ചസ് ആണ് കേട്ടോ. അതിൽ റണ്ണിങ് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ചാണ് പഠിക്കാനുള്ളത്. ഈ 4 സ്റ്റിച്ചും യൂസ് ചെയ്തിട്ട് ഡിസൈൻ വരച്ച് എംബ്രോയ്ഡറി ചെയ്യാനുണ്ടായിരുന്നു. ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അടുത്തത് നമുക്ക് ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യാനുണ്ടായിരുന്നത്. ബാക്ക് സ്റ്റിച്ചിൽ ഞാൻ മത്സ്യകന്യകയാണ് ഡിസൈൻ വരച്ചിട്ടുണ്ടായിരുന്നത്. ബാക്ക് സ്റ്റിച്ച് എന്താണെന്നുള്ളൊരു നോട്ടും കൂടി നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. ഇത് ഞാനൊരു ചെറിയ റോസ് മാത്രമാണ് വരച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ബോർഡർ സ്റ്റിച്ചസ് ആണ് പഠിക്കാനുണ്ടായിരുന്നത്. അതിൽ തന്നെ ഹെറിൻ ബോൺ, ഫെദർ, ചെവ്രോൺ, ക്രോസ്, അങ്ങനത്തെ ബോർഡർ സ്റ്റിച്ചിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഈ സ്റ്റിച്ചസ് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലകളും പൂക്കളൊക്കെ വരയ്ക്കാനും ഡിസൈൻ ചെയ്യാനൊക്കെയാണ് കേട്ടോ. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. നമുക്ക് അധികം യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ്. പിന്നെ നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഈ 4 ബോർഡർ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഒരു ഡിസൈനും കൂടി ചെയ്യാനുണ്ടായിരുന്നു. അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ചെയ്യാൻ പാടായിട്ട് തോന്നിയിട്ടുള്ള സ്റ്റിച്ചസാണ് പഠിക്കാനുണ്ടായിരുന്നത്. ഡൈമെൻഷണൽ സ്റ്റിച്ചസ് ആണ് പേര്. അതിൽ 2-3 എണ്ണം പഠിക്കാനുണ്ടായിരുന്നു. അത് നമുക്ക് ചെയ്യുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞാൻ ബുള്ളിയൻ നോട്ട് ചെയ്തത് ഇങ്ങനൊരു മരമാണ്. പക്ഷേ അത് ഭയങ്കര സമയമെടുത്ത് കംപ്ലീറ്റ് ചെയ്തൊരു വർക്കായിരുന്നു. ഈ സ്റ്റിച്ചസിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്താലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. വെറുതെ അവിടെ ഇവിടെ ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ട് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് 2-3 വർഷം മുന്നേ ഉള്ള റെക്കോർഡാണ്. അപ്പോൾ സിലബസ് മാറുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ റെക്കോർഡിലും മാറ്റങ്ങളൊക്കെ വരും. അടുത്തത് നമുക്ക് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സാണ് ചെയ്യാനുണ്ടായിരുന്നത്. അതിൽ തന്നെ ലേസി ഡേസി സ്റ്റിച്ചൊക്കെ എങ്ങനെ ചെയ്താലും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഫ്ലൈ സ്റ്റിച്ചൊക്കെ നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത് ഇലകളൊക്കെ ചെയ്യാനാണ്. പിന്നെ ചെയ്യാനുള്ളത് ലോങ് ആൻഡ് ഷോർട്ടാണ്. ഇത് ഫിഷ് ബോണാണ് കേട്ടോ. അടുത്തത് നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു പോർഷനാണ് പഠിക്കാനുണ്ടായിരുന്നത്. കാന്ത വർക്ക്, കമൽ കടായി വർക്ക്, കച്ച് വർക്ക്, അതൊക്കെ അധികം നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇത് അപ്ലി വർക്കാണ്. അതായത് വേറൊരു ക്ലോത്ത് വെച്ചിട്ട് നമ്മുടെ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് ഡിസൈൻ ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ഇത് കച്ച് വർക്ക്. ഇതിങ്ങനെ പടഞ്ഞ് അണിക്കുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. ഇതൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ തിയറി പഠിക്കാനാണ് അധികം ഉണ്ടാവുന്നത്. അടുത്തത് കട്ട് വർക്കാണ് ചെയ്യാനുണ്ടായിരുന്നത്. അതിൻ്റെ നോട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് പല രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ. കട്ട് വർക്ക് തന്നെ ഇത് നമ്മൾ അതിൻ്റെ അകത്ത് ചെറിയൊരു കട്ട് ഉണ്ടാക്കിയിട്ട് അത് എംബ്രോയ്ഡറി യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് മിറർ വർക്കാണ്, മിറർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന വർക്ക്. പിന്നെ സ്പൈഡർ വെബ് സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം, പക്ഷെ അതൊന്നും നന്നായില്ല. പിന്നെ നമുക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് സർദോസി. ഏത് ഡിസൈൻ വരച്ചിട്ടും എനിക്ക് സർദോസിയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ബീഡ് വർക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് വരുന്നത് ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ്. ഔട്ട്ലൈൻ വരയ്ക്കാനുണ്ടായിരുന്നു, ഔട്ട്ലൈൻ വിത്ത് ഫില്ലിങ് വരയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പെയിൻറ്റിങ്ങിലൂടെ കാണിക്കാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ റെക്കോർഡ് തീർക്കേണ്ട തന്ത്രപ്പാട്ടിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതാണ്. പക്ഷേ ഇതൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് ആദ്യം തന്നെ വരച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. പെയിൻറ്റിങ് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ക്ലോത്തിലോ അല്ലെങ്കിൽ പേപ്പറിലോ കുറേ ഡിസൈൻസ് വരച്ച് വയ്ക്കണം ആദ്യം. എന്നിട്ട് അതിൽ ഓരോന്ന് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ പെയിൻറ്റിങ് സ്കില്ല് നന്നാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഇതൊക്കെ പറഞ്ഞത് സ്റ്റെൻസിൽസും പിന്നെ നമ്മുടെ വെജിറ്റബിൾ പ്രിൻറ്റിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ചെയ്യേണ്ടിയിരുന്നത്. അടുത്ത സെക്ഷൻ നമുക്ക് ടൈ ആൻഡ് ഡൈ ചെയ്യാനുണ്ടായിരുന്നു. അതുകൂടെ ചെയ്ത് നമ്മുടെ ഈ റെക്കോർഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ.